ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അരി വേവിച്ച് മാറ്റി വെക്കണം. ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഉപ്പിട്ട് വേവിച്ചെടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് അത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 4 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഒന്ന് സോഫ്റ്റായിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി, ഒരുപാട് ഡ്രൈ ആയി പോകരുത്. ഇപ്പോൾ ഈ മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വലിയൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് വീതിയുള്ള പാൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാകും. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ട് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ബീൻസും പിന്നെ പീസും ആണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഹീറ്റിലിട്ട് വേണം ഈ വെജിറ്റബിൾസ് ഒക്കെ കുക്ക് ചെയ്തെടുക്കാൻ. അതായത് അതിൻ്റെ കളർ പോവുകയില്ല, നന്നായിട്ട് കുക്കായി വരികയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള ചേർക്കാവുന്നതാണ്. പച്ചമുളകിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ചില്ലി സോസും യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സോസൊക്കെ ചേർക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഈ വെജിറ്റബിൾസിനൊക്കെ നല്ലൊരു ക്രഞ്ചി ഫീലിങ്ങും കിട്ടും. ഇനി നമുക്കിതിലേക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുക്ക് ചെയ്തത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ്, ഒരുപാട് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്കിത് വെജിറ്റബിൾസിൻ്റെ കൂടെയായിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. അതുപോലെ വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാനും പാടില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ചോറൊന്നും പൊടിഞ്ഞു പോകരുത്. മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ 2 തടുത്തവി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പാർട്ടാണ്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ഹൈ ഹീറ്റിലിട്ട് 2-3 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് അളവിൽ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നമുക്ക് മിക്സ് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിനും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ചോറിൻ്റെ അളവ് കൂടി പോവുകയും വെജിറ്റബിൾസ് കുറഞ്ഞു പോവുകയും ചെയ്യരുത്. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ചില്ലി ചിക്കൻ്റെ കൂടെയും ഡ്രാഗൺ ചിക്കൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയ റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.